ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനയ് മോഹൻ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സഹോദരൻ കണ്ട് പുള്ളിക്കാരനെ സിമ്പിൾ 1 സെക്കൻഡ് ജനറേഷന്റെ ഓടിച്ചുകൊണ്ട് വരുന്നപ്പോൾ വഴി വെച്ച് ഞാൻ പുള്ളിയോട് റിക്വസ്റ്റ് ചെയ്ത അടിസ്ഥാനത്തിൽ പുള്ളി എൻ്റെ ചെന്നിനെ തൂക്കി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയാളിലോട്ട് ഇല്ല. അപ്പോൾ നല്ല തിരക്കുള്ള മനുഷ്യനാണ്. അപ്പം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ട, ഇങ്ങോട്ടേ ഇല്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതെന്തെങ്കിലും ബെനിഫിറ്റ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നത് ഒരു യാത്രയ്ക്ക് വരുന്നതിൽ പുള്ളി നിർബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങോട്ടേ ഇല്ല. അപ്പോൾ സിമ്പിൾ 1 സെക്കൻഡ് ജനറേഷന്റെ ജെന്യുവൻ റിവ്യൂ ആണ് നമ്മളിവിടെ പറയുന്നത്. ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് വിനയ് മോഹൻ. ഞാൻ ചെറിയ രീതിയിലുള്ള യൂട്യൂബറാണ്. അപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടാ, എനിക്ക് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. സിമ്പിൾ 1 സെക്കൻഡ് ജനറേഷൻ ആണല്ലോ ഇപ്പൊ ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റിവ്യൂസ്, ജെന്യുവൻ റിവ്യൂസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ചേട്ടനെ എടുത്തപ്പോ എത്ര രൂപയായത്? ഇത് എത്ര രൂപയാണ്? ഓഫ് റോഡ് ഓൺ റോഡ് വരുന്നത് 2 lakh മേളിൽ വരും. ഇത് 2 lakh വണ്ടിയുടെ പിന്നെ അതിന്റെ വാറണ്ടി വേറെ അഡീഷണൽ. അപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? ഒരു 10-15,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോ 10,000 കിലോമീറ്റർ ഓടിയിട്ട് ചേട്ടന് എന്തൊക്കെയാണ് ഇതില് തോന്നിയിട്ടുള്ളത്? എങ്ങനെയാണ് ഇതില്? ഞാൻ ഓൾറെഡി ബൈക്കാ യൂസ് ചെയ്തിരുന്നത്. ബൈക്കിൽ നിന്ന് സ്കൂട്ടറിലേക്ക് വരുമ്പോൾ ഉള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ യാത്രാസുഖമുണ്ട്, കംഫർട്ട് ഉണ്ട്, അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്. ഒന്ന് തുറന്നു കാണിക്കാമോ? ഫുള്ളാ. ഓക്കെ, അപ്പൊ അത് നമ്മൾ തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് ചേട്ടന് കംപ്ലൈന്റ്സ് കാര്യങ്ങളും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മെയിൻ കംപ്ലൈന്റ്സ് ഒന്നും വരാറില്ല. ചെറിയ ബഗ്ഗുകളൊക്കെ വരാറുണ്ട്. അത് കുഴപ്പമില്ല. ചെറിയ, എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്തൊക്കെ ടൈപ്പ് ബഗ്ഗുകൾ വരുന്നത്? എന്തൊക്കെ ടൈപ്പ് ബഗ്ഗുകൾ വരുന്നത്? ഇല്ല, സോഫ്റ്റ്വെയറിന്റെ ബഗ് ചെറുതായിട്ട് ഹാങ് പോലെ വരുന്നുള്ളൂ. നമുക്ക് മഴക്കാലത്താണോ? അല്ല, ഇപ്പൊ ഈ ഒരു സമയത്തേ ഉള്ളൂ. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആയതായിരിക്കും. ഇത് ശരിക്കും എത്ര കിലോമീറ്റർ വേരിയന്റ് ആണ് ഇത്? ഇത് 190 ആണ് പറയുന്നത്. നമുക്കൊരു, ഞാൻ അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പം ഇപ്പോ റൈഡ് മോഡുകളൊക്കെ മാറ്റി മാറ്റി ഓടിച്ച് നമുക്കൊരു 50 കിലോമീറ്റർ 150 കിലോമീറ്റർ ഓടി വരും. 150 കിലോമീറ്റർ നമുക്ക് റേഞ്ച്. അപ്പൊ 190 എടുത്ത് നമുക്ക് 150 ഷോർട്ടാണ്. ഓരോ മോഡിലുള്ളതാണ്. ഞാൻ മോഡുകളിലെ മാറ്റി മാറ്റി ഓടിക്കും. മോഡലിൽ മാറ്റി മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ഇതും മാറും. അതെ. ഓക്കെ, അപ്പം തുല്യം കംഫർട്ടൊക്കെ കുഴപ്പമില്ല. പിന്നെ സീറ്റ് കുറച്ചുകൂടെ കുഷ്യൻ ആകാരം തോന്നും. കുറച്ച് ഹാർഡായിട്ടുള്ളൊരു, ഹാർഡല്ല, സോഫ്റ്റ് ആണ്. ഫ്രണ്ടിലൊരു കുഷ്യൻ കുറച്ചുകൂടെ പൊക്കത്തെ വന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു. നമ്മൾ ചിലപ്പോൾ അത് ഊർന്ന് വരും. കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അപ്പം എങ്ങനെയാണ്? അപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഇപ്പം? ഇപ്പൊ 10,000 കിലോമീറ്റർ. അപ്പൊ എത്ര രൂപയ്ക്കാണ് സർവീസ് കോസ്റ്റ്? സർവീസ് കോസ്റ്റ് ഫസ്റ്റ് സർവീസ് 5,000 വന്നത് 800 രൂപ സംതിങ്. 800 രൂപ സംതിങ്. സെക്കൻഡ് സർവീസ് ആയപ്പോഴത്തേക്ക് എനിക്ക് 2 പാർട്ട് മാറേണ്ടി വന്നു. 1,500 രൂപ. 1,500 രൂപ ആയിട്ടുള്ളൂ. അപ്പൊ ഓവറായിട്ടുള്ള എക്സ്പെൻസ് ഇപ്പൊ ചിലവ് പറയും 3,000 4,000 അങ്ങനെയുള്ള. എത്ര ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പൊ അത്ര ഒന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ടയർ തേയ്മാനം കൂടുതലായിരിക്കും. ഇനിഷ്യൽ പിക്കപ്പ് കൂടുതലായതുകൊണ്ട് നമുക്ക് വണ്ടി പെട്ടെന്ന് ഇനിഷ്യൽ പിക്കപ്പ് സ്പീഡ് പെട്ടെന്ന് എടുക്കും. ബൈക്കിൽ ഇപ്പൊ ടയർ ഇറങ്ങുമ്പോൾ തീരാറായി. 10,000 കിലോമീറ്റർ ആയപ്പോ തന്നെ. അല്ല, അതിപ്പോ നമ്മുടെ പെട്രോൾ ആണെങ്കിലും 10,000 കിലോമീറ്റർ ആകുമ്പോ തന്നെ തീരുമാനം. അത് വെച്ച് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്കൂട്ടർ ഫസ്റ്റ് ടൈമാണ്. ഒരു സിംഗിൾ ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ എടുക്കും? ഒരു 8 മണിക്കൂറോളം എടുക്കും. 0 to 100 വരാൻ വേണ്ടിയിട്ട് ഫുൾ ചാർജ് ആകാനായിട്ട് 8 മണിക്കൂർ കൊടുക്കും. നോർമൽ ചാർജിങ്ങിൽ. ഫാസ്റ്റ് ചാർജിങ് അവൈലബിലിറ്റി കിട്ടും. ഫാസ്റ്റ് ചാർജ് ആകുമ്പോഴത്തേക്കും 1/2 മണിക്കൂർ കൊണ്ട് 80% ആവുമെന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല ഇതുവരെ. ഫാസ്റ്റ് ചാർജിങ് അവൈലബിലിറ്റി ആവശ്യം വന്നിട്ടില്ല. നോക്കിയിട്ടില്ല, ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല, പുറത്ത് ചാർജ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഫൈബർ ആണ് കൂടുതൽ? എങ്ങനെയാണ്? ഫൈബർ പാർട്സ് ആയിരിക്കും കൂടുതൽ. ഫൈബർ പാർട്സ് തന്നെയാണ് കൂടുതൽ അല്ലേ? ക്ലെയിമൊക്കെ അവരെങ്ങനെയാ പറയുന്നത്? ക്ലെയിമിന്റെ ഏതാ? അത് ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ എങ്ങനെയാണ്? ക്ലെയിം അത് നമ്മുടെ നോർമൽ വണ്ടികളെ പോലെ തന്നെ. അതായത് 5 വർഷമോ 1 വർഷമാണ്? അതല്ല, നമ്മുടെ നോർമൽ വണ്ടികൾ എടുക്കുന്ന പോലെ തന്നെ ഓരോ കൊല്ലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അത് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല്, ഇപ്പൊ 1 വർഷം 5 വർഷം മറ്റേ ആക്സിഡന്റ് ഇൻഷുറൻസും നമ്മുടെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് 1 വർഷം. അല്ല, അതിപ്പോ ഓൾറെഡി ഇവര് 1 കൊല്ലത്തേന് എടുത്തു തരും. പിന്നെ സെക്കൻഡ് 3 കൊല്ലത്തെ ടോട്ടൽ എടുത്തു തരും. 4 കൊല്ലത്തെ അല്ലെ പുതിയ വണ്ടിക്ക്. 1 കൊല്ലം മാത്രമേ ബമ്പർ ടു ബമ്പർ കാണത്തുള്ളൂ. ബാക്കിയുള്ള നമ്മള് അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം മാത്രമേ. അത് നോർമൽ എല്ലാ വണ്ടിയും വരുന്ന പോലെ തന്നെ. അതിനകത്ത് ഇലക്ട്രിക്കലായിട്ട് ഇങ്ങനെ പ്രത്യേക മാറ്റമൊന്നുമില്ല. അപ്പൊ എവിടെയാണ് ചേട്ടൻ സർവീസ് ഒക്കെ ചെയ്യുന്നത്? എല്ലാം കോട്ടയം തന്നെ. കോട്ടയം തന്നെ നമുക്ക് ഷോറൂം ഉള്ളത്. കോട്ടയത്ത് തന്നെ. അപ്പൊ ഓഫ് റോഡ് എത്രയായിരുന്നു? ഓഫ് റോഡ് വാറണ്ടി എല്ലാം കൂടെ കൂട്ടി 250
250. അപ്പൊ സോണിക് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അത്. അല്ല, ഇത് സിമ്പിൾ വൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എനർജി. സിമ്പിൾ വൺ എന്ന് പറഞ്ഞ മോഡൽ തന്നെയാണ്. ഒറ്റ മോഡലേ ഉള്ളൂ ഇവർക്ക്. ഇതില് ഒറ്റ മോഡലേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇപ്പൊ അൾട്ര വന്നിട്ടുണ്ട്. ഇവര് പറയുന്ന വെച്ചാല് 400 കിലോമീറ്റർ, പക്ഷെ 260 കിലോമീറ്റർ സംതിങ് ഇത് പറയുന്നുള്ളൂ. റോഡ് റേഞ്ച് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ നമ്മള് കൂടുതൽ അങ്ങ് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ചേട്ടന് കുറച്ച് തിരക്കുണ്ട്. അപ്പം കുറച്ചുകൂടെ കഴിയുവാണെങ്കിൽ എനിക്കൊരു നല്ലൊരു വീഡിയോ കിട്ടും. ഇപ്പൊ വലിയ നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഇപ്പൊ എനിക്ക് ചോദിക്കാനും കിട്ടുന്നില്ല. എന്തൊക്കെയോ എനിക്ക് ചോദിക്കണമെന്ന് കുറെ നാളായിട്ട് ഈ സിമ്പിളിന്റെ റിവ്യൂ എനിക്ക് കിട്ടണമെന്നുണ്ട്. ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ റിവ്യൂവിന് വെയിറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ഈ ചോദിക്കാൻ വന്നപ്പോഴത്തേക്കൊന്നും നാവിലോട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ ബ്രേക്ക് പാഡൊക്കെ, ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? 2 ഡിസ്കാ വരുന്നത്. 2 ഡിസ്കാണ് വരുന്നത്. 2 ഡിസ്ക് ഈ സെക്കൻഡ് സർവീസിന് പോയി മാറി. 2 ഡിസ്ക് മാറി. പാട് പെട്ടെന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തീരുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഉണ്ടല്ലേ. ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരുന്നുണ്ട്. ഓക്കെ. ബാക്കി അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ വേറെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ബ്രേക്ക് പാഡിന്റെയും ടയറിന്റെയും ഇതാണ് നമുക്ക് ഇത് കുറച്ചുകൂടെ തേയ്മാനം ഉണ്ട് എന്ന് പറയാം. തേയ്മാനത്തിന്റെ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതുവരെ ജെന്യൂൻ കംപ്ലൈന്റ്സ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഫീൽ ചെയ്യത്തില്ല. ഇപ്പൊ നോർമലി നമ്മൾ പെട്രോൾ സ്കൂട്ടർ ഓടുന്ന പോലെയാണ്. അത് ആ ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് ചോദിക്കാനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.